നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഈ ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല ലോകത്ത് നടക്കുന്നത് എന്നുള്ളത് അറിയാവുന്നത് എത്ര പേരുണ്ട്? നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത്, നമ്മുടെ രാഷ്ട്രീയത്തിലായാലും, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിലായാലും, നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലൂടെ ആയാലും നടക്കുന്നത് എന്നുള്ളത്. നമുക്ക് അറിയാത്തതായിട്ടുള്ള ഒത്തിരി വസ്തുതകൾ നമ്മളുടെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് നമ്മളെക്കൊണ്ട് തന്നെ നടത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങളും എന്നുള്ളത് അറിയാവുന്ന മനുഷ്യർ വളരെ ചുരുക്കമാണ്. പലതും നമ്മൾ കാണുന്നതാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടികളായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള വളരെ വളരെ വ്യക്തികളുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ഭരണഘടനയിൽ എന്തിന് താഴെ തട്ട് തൊട്ട് ലോകത്തിൻ്റെ തന്നെ ഭരണത്തിൽ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ട് ലോകത്തിൻ്റെ പ്രസിഡന്റ് ലെവലിലുള്ള വ്യക്തികളെ വരെ നിയന്ത്രിച്ചുകൊണ്ട് രാജ്യത്തെയും ഭരണ സംവിധാനത്തെയും നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ പരിധിയിൽ നിർത്തുന്ന ഒരു വലിയ വിഭാഗത്തിന് ഈ ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർഷം തൊട്ട് അതിങ്ങോട്ട് നിയന്ത്രണത്തിലായിരിക്കുന്നു എന്നുള്ള കാലം ഇന്ന് നമ്മുടെ മൊബൈലിലൂടെ മുഖം നോക്കി കാണാവുന്ന അവസ്ഥയിലെത്തിയിട്ടും മനസ്സിലാകാത്ത മനുഷ്യന്മാർ യാഥാർത്ഥ്യം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. മനസ്സിലാക്കാനേ സാധിക്കാത്ത രീതിയിൽ സംസാരിച്ചാൽ തന്നെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നവൻ വിഡ്ഢിയാണെന്ന് പറയുന്ന രീതിയിൽ അവരത്രത്തോളം ശക്തമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അകത്തെ യാഥാർത്ഥ്യം എന്നുള്ളത്. അവരെ വർഷങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് ഇല്യൂമിനാറ്റി. ഈ ഇല്യൂമിനാറ്റിക്ക് ഒരു മനുഷ്യരുടെയും മുമ്പിൽ അവരുടെ രീതി, അവരെത്രത്തോളം വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് ഓർത്തോണം. എത്രത്തോളം വലിയ കാര്യം ചെയ്താലും അത് മനുഷ്യരെ പ്രകടിപ്പിക്കുക എന്നുള്ളൊരു ബാധ്യതയില്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്തൊക്കെ കാര്യം ചെയ്യാം എന്നുള്ളത് ആരും അറിയുന്നില്ല. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും അറിയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏറ്റവും വലിയ മനുഷ്യനെ ഗുണകരമായിട്ടുള്ള അവസ്ഥ വന്നാൽ തന്നെ അവരറിയിക്കുന്നില്ല. പ്രധാനമായിട്ടും ഇവർ തമ്മിൽ ചേരുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഓഫീസ് തലത്തിൽ ചേരുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരാരാണ് എന്താണെന്നുള്ള അറിയിക്കാതെ അവർ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു പേരിലാണ് അറിയപ്പെടുത്തുന്നത്. ഈ ലോക രാഷ്ട്ര സമുദായ മത രാഷ്ട്രീയ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള നിയന്ത്രണത്തിലൂടെ തങ്ങളുടേതായിട്ടുള്ള നിയന്ത്രണത്തിലൂടെ നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ സാധാരണ തട്ട് തൊട്ടുള്ളവർ തൊട്ട് ഏറ്റവും മുകൾ തട്ട് വരെ ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര ഭീതിജനകമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഓർത്ത് നോക്കണേ. നമ്മൾ നോക്കുമ്പോൾ എത്ര മനോഹരമായ ഭരണം, അല്ലെങ്കിൽ അവരിത്രത്തോളം ഭരിക്കുന്നു, അല്ലെങ്കിൽ അവരെന്താ ഇങ്ങനെ ഭരിച്ചത് എന്ന് ചിന്തിക്കുന്നിടത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രത്യേകിച്ച് ഈ ഒഴുക്കിനനുസരിച്ച് നടക്കുന്ന വ്യക്തികളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അവർക്ക് ഇങ്ങനെ അങ്ങ് പോവുക. അതിപ്പോൾ സാധനങ്ങൾക്ക് വില കൂട്ടിയാലും മറ്റെന്ത് വില കൂട്ടിയാലും തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രതികരിക്കാറില്ല. ഇത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ അവസ്ഥ എന്താണ്? ഇത്രയുമാണ് ലോകം, ഇതാണ് ഏറ്റവും സുഖസൗകര്യം, ഇതിനെക്കാട്ടിലും അപ്പുറത്തൊരു ലോകമില്ല എന്നുള്ളതാണ് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ചിന്താഗതി. അങ്ങനെ ജീവിച്ചു കഴിയുന്നവരാണ് 90% ജനത എന്ന് പറയുന്നത്. നമ്മുടെ ആയുസ്സിൻ്റെ നീളം ഞാൻ പറഞ്ഞ ഒരു 15 വർഷം കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് 5000 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. 5000 ദിവസത്തിൽ തന്നെ നമ്മൾ ഉണർന്നിരിക്കുകയല്ല. അതിൽ ഉണർന്നിരിക്കുന്നതും പ്രവർത്തനനിരതമാകുന്നതും 2000-2500 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ചുരുക്കമായിട്ടുള്ള അവസ്ഥയിലുള്ള ജീവിതത്തിൽ നമ്മൾ വെറും പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് നടക്കുകയാണ്. അതായത് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. എൻ്റെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഈ പറയുന്നതായിട്ടുള്ള നിയന്ത്രണങ്ങളിലൂടെ വലിയ ഒരു അവസ്ഥയിലില്ലാതെ വെറും കണിശം, അതായത് ഒരു 100ൽ
2% താഴെയാണ് ജീവിക്കുന്നതെന്ന്. അതാണ് ഏറ്റവും വലുതെന്ന്. അതാണ് ഞാൻ പറഞ്ഞ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം എന്ന് അർത്ഥം. സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഇടയിലുണ്ട് ഇവർ. അത് നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല, അവരറിയിക്കുന്നില്ല. അപ്പോൾ പിന്നെ വലിയ തലപ്പത്തിൽ പ്രസിഡന്റ് തൊട്ട് പ്രധാനമന്ത്രി തലത്തിലിരിക്കുന്നവരുടെ ഇടയിലുണ്ടോ എന്നുള്ളത് നമ്മളെങ്ങനെ അറിയുവാനായിട്ട് സാധിക്കും? അങ്ങനെ യാഥാർത്ഥ്യമായ മാനസിക സന്തോഷം, സമാധാനം, തൃപ്തി, ശാരീരിക സുഖം അനുഭവിക്കാതെ വെറും വിഡ്ഢികളായിട്ട്, അതായത് മൃഗങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നു. എന്നാൽ അതിൻ്റെ ഒരു 100-ൽ 10 പോലും അല്ല, 2% പോലും അനുഭവിക്കാതിരിക്കുന്നവർ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ഞങ്ങൾ എല്ലാ വിധത്തിലും അനുഭവിച്ചു എന്ന് ജീവിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ ജീവിച്ച് തീർക്കുകയാണല്ലോ എന്നോർക്കുമ്പോൾ സഹതാപം മാത്രമേ നമുക്ക് തോന്നുള്ളൂ. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവില്ല. പിന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇല്ലുമിനാറ്റിയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ട് വളരെയധികം തോതിൽ വർദ്ധിക്കുന്നതിൻ്റെയും കാരണം ഇതാണ്. ഇല്ലുമിനാറ്റിയെക്കുറിച്ച് സംസാരിച്ചാൽ തീരാത്ത വിഷയമാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു, നമ്മുടെ പ്രാദേശിക ലെവൽ ഇങ്ങനെ നടക്കുന്നു, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഇങ്ങനെ നടക്കുന്നു, നമ്മുടെ മത ലെവൽ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ നമ്മുടെ മതമേലാളിത്തത്തിലുള്ളവർ ഏത് രീതിയിലാണ് നിലനിൽക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. അവരുടെ കീഴിലോട്ടുള്ളവർക്ക് അവർ കൊടുക്കുന്ന ഭരണം നിയന്ത്രണത്തിൽ മാത്രമാണല്ലോ നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ പ്രസംഗിക്കുന്നതിലും അപ്പുറത്തേതായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും ഉള്ള ശേഷിയില്ലാതെ പോകുന്നത്. ഇല്ലുമിനാറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തതായിട്ട് വളരെ 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 ഉണ്ട് എന്ന് സാരം.